ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹലോ. അറബി സാഹിത്യത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തനായ ഒരു യോദ്ധാവ്, ഒരു കവി, അന്തര ബിൻ ഷദ്ദാദ്. അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു അടിമയായി പിറന്ന് തന്റെ ധീരതയും കവിതയും ഒന്നുകൊണ്ട് മാത്രം ഒരു ജനതയുടെ ഹീറോ ആയി മാറിയ ഒരാളുടെ കഥ. UGC നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വെറുമൊരു കഥയല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ്. ഇപ്പം നമ്മൾ ഈ കഥ പറയാൻ പോകുന്നത് ഒരു 5 ഭാഗങ്ങളായിട്ടാണ്. ആദ്യം ആരാണീ അന്തറ എന്ന് നോക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരൊറ്റ നിമിഷം, കുതിക്കൂ നീ സ്വതന്ത്രനാണ് എന്ന് കേട്ട ആ നിമിഷം. അത് കഴിഞ്ഞ് പ്രണയവും യുദ്ധവും എങ്ങനെ അദ്ദേഹത്തിന്റെ കവിതകളെ രൂപപ്പെടുത്തിയെന്ന് കാണാം. പിന്നെ വരുന്നത് അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസാണ്, അനശ്വരമായ ആ മുഅല്ലഖ. അവസാനം ഒരു യോദ്ധാവായ കവി എന്ന നിലയിൽ അദ്ദേഹം ബാക്കി വെച്ചുപോയ ആ പാരമ്പര്യത്തെക്കുറിച്ചും സംസാരിക്കും. ഈ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, മൻ ഹുവ അന്തര? ആരായിരുന്നു അന്തര? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളുടെയൊക്കെ കഥ തുടങ്ങുന്നത്. അപ്പോ അന്തര എന്ന പേരിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? അദ്ദുബാബ് അൽ അസ്രഖ്, അതായത് നീല ഈച്ച അല്ലെങ്കിൽ ദ ബ്ലൂ ഫ്ലൈ. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാം അല്ലേ? പക്ഷെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണിത്. ഇനി അദ്ദേഹത്തിന്റെ ഉത്ഭവത്തിലേക്ക് വരാം. പൂർണ്ണമായ പേര് അബുൽ മുഗല്ലിസ് അന്തര ഇബ്നു അമ്ര ഇബ്നു ഷദ്ദാദ് അൽ അബ്സി. ഏകദേശം AD 525 നജ്ദിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മ ഒരു എത്യോപ്യൻ അടിമയായിരുന്നു. പേര് സബീബ. അച്ഛൻ അറബിയും അമ്മ അടിമയുമായതുകൊണ്ട് അന്നത്തെ സമൂഹം അദ്ദേഹത്തെ ഒരു ഹജീൻ ആയിട്ടാണ് കണ്ടിരുന്നത്, അതായത് ഒരു സങ്കരയിനം. ഈ ഒരു സ്റ്റാറ്റസ് കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുഴുവൻ ഒട്ടകങ്ങളെയും കുതിരകളെയുമൊക്കെ മേയ്ക്കുന്ന ഒരു അടിമയായിട്ടായിരുന്നു. അദ്ദേഹത്തിന് പല പേരുകളുണ്ടായിരുന്നു, അബുൽ ഫവാരിസ്, അബുൽ മുഗല്ലിസ് എന്നൊക്കെ. പക്ഷെ ഏറ്റവും പ്രധാനം അദ്രിബത്തുൽ അറബ് എന്ന ഗ്രൂപ്പിലെ ഒരാളായിരുന്നു അദ്ദേഹം എന്നതാണ്. അതായത് അറബികളിലെ കാക്കകൾ, കറുത്ത നിറമുള്ള ധീരരായ 3 യോദ്ധാക്കന്മാരെയാണ് അങ്ങനെ വിളിച്ചിരുന്നത്. അപ്പോ തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹിക പദവിയും വംശീയ പശ്ചാത്തലവുമൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ? ഇനി അന്തരയുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ മുറപ്പെണ്ണായ അബ്ല. അബ്ലയായിരുന്നു അന്തരയുടെ ജീവിതത്തിലെയും കവിതയിലെയും എല്ലാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ കവിതകൾക്കെല്ലാം ഇന്ധനം പകർന്നത് അബ്ലയോടുള്ള ഈ പ്രണയമായിരുന്നു. അടുത്തത് അന്തറയുടെ ജീവിതത്തിലെ ആ ടേണിംഗ് പോയിന്റാണ്. ഒരു അടിമയെ ഇതിഹാസ നായകനാക്കി മാറ്റിയ ആ ഒരൊറ്റ സംഭവം. കർ വ അൻത ഹുർ, കുതിക്കുക നീ സ്വതന്ത്രനാണ്. ആ നിമിഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അബ്സ് ഗോത്രത്തെ ശത്രുക്കൾ ആക്രമിക്കുകയാണ്. ഒരു വലിയ യുദ്ധം നടക്കുന്നു. ആ സമയത്ത് കൂടുതൽ പോരാളികൾ വേണം. അപ്പോഴാണ് അന്തരയുടെ അച്ഛൻ ഷദ്ദാദ് അവനോട് പറയുന്നത്, കർ യാ അന്തര, അന്തര മുന്നോട്ട് കുതിക്കൂ. പക്ഷെ അന്തരയുടെ മറുപടി വളരെ പവർഫുള്ളായിരുന്നു. അവൻ പറഞ്ഞു, അടിമയ്ക്ക് യുദ്ധം ചെയ്യാൻ അറിയില്ല. അവൻ അറിയാവുന്നത് പാൽ കറക്കാനും മൃഗങ്ങളെ പരിപാലിക്കാനുമാണ്. നോക്കൂ, ആ ഒരു നിമിഷം അവൻ തന്റെ സ്റ്റാറ്റസിനെ ചോദ്യം ചെയ്യുകയാണ്, സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിലപേശുകയാണ്. അപ്പോൾ ഷദ്ദാദ് പറഞ്ഞ ആ മറുപടിയാണ് ചരിത്രമായത്. കർ വ എൻത ഹുർ, കുതിക്കൂ നീ സ്വതന്ത്രനാണ്. ആ ഒരൊറ്റ വാചകം അത് അന്തറക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അതോടൊപ്പം അദ്ദേഹത്തിനുള്ളിലെ ആ യോദ്ധാവിനെ അഴിച്ചുവിടുക കൂടിയായിരുന്നു. അങ്ങനെ സ്വതന്ത്രനായ അന്തരയുടെ ജീവിതത്തെയും കവിതകളെയും പിന്നെ മുന്നോട്ട് നയിച്ചത് 2 കാര്യങ്ങളായിരുന്നു, അൽ ഹുബ്ബു വൽ ഹർബ്, പ്രണയവും യുദ്ധവും. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് പ്രധാനമായും 2 മുഖങ്ങളുണ്ടായിരുന്നുവെന്ന് പറയാം. ഒരു വശത്ത് അബ്ലയോടുള്ള ആഴത്തിലുള്ള പരിശുദ്ധമായ പ്രണയം പറയുന്ന ഗസലുൽ അഫീഫ്, ആ ഒരു വൈകാരികമായ തലം.
മറുവശത്തോ ദാഹിസ്വൽ ഗബ്ര യുദ്ധത്തിലെ തന്റെ വീരസാഹസങ്ങൾ വർണ്ണിക്കുന്ന ആ ഒരു ഇതിഹാസമുഖം. ഒന്ന് പ്രണയം, മറ്റൊന്ന് വീരം. അദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രധാന വിഷയങ്ങൾ നോക്കിയാൽ ഇത് വ്യക്തമാകും. ഹമാസ, അതായത് വീര്യം, ഫഖർ, അതായത് ആത്മാഭിമാനം, പിന്നെ ഗസലുൽ അഫീഫ്, അതായത് നിർമ്മല പ്രണയം. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം തന്റെ പുതിയ ഐഡന്റിറ്റി ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് വീരവും ആത്മാഭിമാനവുമാണ്. ഞാൻ വെറുമൊരു പ്രണയി മാത്രമല്ല, ഒരു യോദ്ധാവാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു അദ്ദേഹം. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ മാഗ്നം ഒപ്പസിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയിലേക്ക് വരാം. മുഅല്ലഖത്തുൽ ഖാലിദ, അദ്ദേഹത്തിന്റെ അനശ്വരമായ മുഅല്ലഖ. എക്സാമിന് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക, ഇനി വരുന്ന ഭാഗങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ടേബിളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ ബഹർ അഥവാ മീറ്റർ അൽ കാമിലാണ്. റവിയ്, അതായത് റൈമിംഗ് അക്ഷരം മീമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു മീമിയ എന്ന് വിളിക്കുന്നത്. ഏകദേശം 79ഓളം വരികളാണ് ഇതിലുള്ളത്. ഇതിന്റെ പശ്ചാത്തലം ദാഹിസ് വൽ ഗബ്ര യുദ്ധമാണ്. ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. മുഅല്ലഖ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹൽ ഖാദര ശ്വറാഉ മിൻ മോത്റദ്ദിമി അം ഹൽ അറഫ്തദ്ദാര ബഅദ തബഹുമി. ജാഹിലിയ കാലത്തെ കവിതകളുടെ ഒരു പൊതുവായ രീതിയാണിത്, അല്ലേ? പ്രണയനിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന, ഉപേക്ഷിക്കപ്പെട്ട ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തുടങ്ങുക. ഇവിടെ അന്തര തന്റെ പ്രിയപ്പെട്ട അബ്ലയെ ഓർത്തുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. എന്താണ് ഈ യോദ്ധാവായ കവിയുടെ പാരമ്പര്യം? നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മൾ എന്തിനാണ് അന്തരയെ ഓർക്കുന്നത്? പ്രശസ്ത പണ്ഡിതനായ ത്വാഹ ഹുസൈൻ അന്തരയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അറബ് പൗരുഷത്തിന്റെ സമ്പൂർണമായ രൂപമാണ് അന്തര. അപ്പൊ എന്താണ് ഈ അറബ് പൗരുഷം എന്ന് പറയുന്നത്? അത് യുദ്ധം ചെയ്യാനുള്ള കഴിവ് മാത്രമാണോ? അല്ല. അതിനുള്ള ഉത്തരം ഇബ്നു ഖുതൈബയുടെ വാക്കുകളിലുണ്ട്. അദ്ദേഹം പറയുന്നത്, അന്തര തന്റെ കാലത്തെ ഏറ്റവും ശക്തൻ മാത്രമല്ല, തന്റെ കയ്യിലുള്ളത് എന്തും കൊടുക്കുന്നതിൽ ഏറ്റവും ഉദാരമതിയുമായിരുന്നു എന്നാണ്. ഇപ്പൊ നോക്കൂ, ധീരത, ഔദാര്യം, ആത്മാഭിമാനം, പ്രണയത്തോടുള്ള ആ ഒരു വിശ്വസ്തത, ഇതെല്ലാം ചേർന്നതാണ് ത്വാഹ ഹുസൈൻ പറഞ്ഞ ആ സമ്പൂർണ്ണ പൗരുഷം. ധൈര്യത്തെക്കുറിച്ച് അന്തരക്ക് തന്റേതായ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു. അത് കണ്ണുമടച്ചുള്ള ഒരു എടുത്തുചാട്ടമല്ല. അദ്ദേഹം പറയുന്നു, മുന്നോട്ടു പോകുന്നത് നല്ലതാണെന്ന് തോന്നിയാൽ ഞാൻ മുന്നോട്ടു പോകും, പക്ഷെ പിന്മാറുന്നതാണ് ബുദ്ധിയെന്ന് തോന്നിയാൽ ഞാൻ പിന്മാറും. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, പുറത്തു കടക്കാൻ ഒരു വഴി കാണാത്ത ഒരിടത്തും ഞാൻ കാലെടുത്ത് വെക്കില്ല. ഇത് വളരെ തന്ത്രപരമായൊരു സമീപനമാണ്. അവസാനം അദ്ദേഹത്തിന്റെ മരണവും ഒരു യോദ്ധാവിന്റേത് തന്നെയായിരുന്നു. തുവയ്യ ഗോത്രവുമായി നടന്ന ഒരു യുദ്ധത്തിൽ ജബ്ബാർ ബിൻ അമ്ര അൽ തുവായി എന്നൊരു പോരാളി, അൽ അസദ് അർ റഹീസ് എന്നാണ് അയാളുടെ വിളിപ്പേര്, അയാളാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. വാളുകൊണ്ട് ജീവിച്ച അന്തര വാളാൽ തന്നെ വീണു. അങ്ങനെ ചരിത്രത്തിലെ ഒരു ഇതിഹാസമായി മാറി. അപ്പോ പോകുന്നതിന് മുൻപൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എങ്ങനെയാണ് ഒരാളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വ്യക്തിപരമായൊരു പോരാട്ടം ഒരു സംസ്കാരത്തിന് മുഴുവൻ ഇതിഹാസമായി മാറുന്നത്? അന്തരയുടെ ജീവിതം നമ്മളോട് ചോദിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.